2019 വരെ ഹെൽത്തിനും അതേപോലെ ഫിറ്റ്നസ്സിനും ഒരുപാടൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ അതിനുശേഷമുള്ള ഏകദേശം ഒരു 5 വർഷമായി ഞാൻ വളരെ പ്രോപ്പറായി വർക്കൗട്ട് ചെയ്യുകയും ഹെൽത്ത് കോൺഷ്യസായി ജീവിക്കുകയും ഫിറ്റായിരിക്കണം എന്നും കൂടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. വളരെ പ്രോപ്പർ വർക്കൗട്ട് റൊട്ടീനുണ്ട് എനിക്ക്. കഴിഞ്ഞ 5 വർഷമായി ആഴ്ചയിൽ ഏകദേശം ഒരു 5 ദിവസം വെച്ച് അധികമൊന്നും ബ്രേക്ക് ചെയ്യാതെ ഞാൻ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വളരെ പ്രോപ്പറായി ന്യൂട്രീഷണലി ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റും ഫോളോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഏകദേശം ഒരു ആദ്യത്തെ ഒരു 1.5 വർഷം 2019 അവസാനം മുതൽ 2021 വരെ ഞാൻ എൻ്റെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ, അത് ഫാറ്റ് ലോസ്, ശരീരഭാരം കുറച്ച് അതിലൂടെ കൊഴുപ്പ് കുറച്ച് കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 3-3.5 വർഷമായി എൻ്റെ ശരീരത്തിലെ മാംസപേശികളുടെ മാസ് കൂട്ടാൻ അല്ലെങ്കിൽ മസിൽ മാസ് കൂട്ടാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ശരീരത്തിലെ ഫാറ്റ് ലോസിനാണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിനാണ് എന്നുണ്ടെങ്കിലോ നമുക്ക് വേണ്ട ഒരു പ്രൈമറി മാക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ അക്നോളജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 4-4.5 വർഷമായി ഞാൻ ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് കഴിച്ചിട്ടില്ല. അത് കഴിക്കുന്നത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഇതിൻ്റെ കൂടെ തന്നെ വളരെ കോംപ്രഹെൻസീവായി വേ പ്രോട്ടീൻ വേഴ്സസ് പ്ലാൻ പ്രോട്ടീൻ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ അല്ല ഇത്, പകരം ഒരു ഇംപ്രോംപ്റ്റു സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഇംപ്രോംപ്റ്റു വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഈ കാണുന്ന ഓഡിയൻസിന് ഇൻഫർമേറ്റീവായി അത് ഫീൽ ചെയ്യും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ഇംപ്രോംപ്റ്റു വീഡിയോ. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക് ബേസിസിലാണ്. അത് ഏത് പഠനത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത് എന്നുള്ള പഠനങ്ങൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ പഠനങ്ങളുടെ എല്ലാം ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എപ്പോഴും വെക്കാറുള്ളത് പോലെ വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റഡീനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോകാവുന്നതാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇംപ്രോംപ്റ്റു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് അധികമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പാർട്ടാണ് ഇതിൽ കാണേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് ടൈം സ്റ്റാമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടാവും, ഈ വീഡിയോസ് ചാപ്റ്റേഴ്സായി തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ സ്പെസിഫിക് പാർട്ടിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഫുള്ളായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവായി അത് തോന്നുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ വളരെ ബേസിക്സ്, ഈ പ്രോട്ടീനെ കുറിച്ചും പ്രോട്ടീൻ പൗഡേഴ്സിനെ കുറിച്ചും നമ്മൾ ബേസിക്സ് പറയുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ കുറേ സ്പെസിഫിക് പോയിന്റേഴ്സിലോട്ട് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ആദ്യം ഞാൻ ഈ പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു ബേസിക്സ് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ ശരീരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാംസപേശികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ചെയ്യാനോ, അതായത് ശരീരത്തിലെ കൊഴുപ്പ് കുറച്ച് കൊണ്ടുവരാനോ, രണ്ടിനും വേണ്ടിയിട്ട് ഉണ്ടാവേണ്ട ഒരു പ്രൈമറി മാക്രോ ന്യൂട്രിയൻ്റ് ആണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാക്രോ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബോഡിക്ക് വേണ്ട 5 മാക്രോ ന്യൂട്രിയൻറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ 3 പ്രൈമറി മാക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയും, ബാക്കി 2 മാക്രോ ന്യൂട്രിയൻ്റായി പറയാറുണ്ട്. ഇതിൽ ആദ്യത്തേത് കാർബോഹൈഡ്രേറ്റ് ആണ്, രണ്ടാമത് ഫാറ്റ് ആണ്, മൂന്നാമത് പ്രോട്ടീൻ ആണ്. പിന്നെ ഫൈബറും വാട്ടറും കൂടെ മാക്രോ ന്യൂട്രിയൻ്റായി പറയാറുണ്ട്. അപ്പോൾ എനിവേ ഈ 3 പ്രൈമറി മാക്രോ ന്യൂട്രിയൻറ്റിലെ ഒരു ന്യൂട്രിയൻ്റ് ആണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു എസെൻഷ്യൽ മാക്രോ ന്യൂട്രിയൻ്റ് തന്നെയാണത്. അപ്പോൾ എത്ര പ്രോട്ടീൻ നമ്മൾ ഒരു ദിവസം കഴിക്കണം എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഫാക്റ്റ് എന്ന് പറയുന്നത് WHO പോലെയുള്ള പല ഗവേണിംഗ് ബോഡീസ്, അതേപോലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA പറയുന്ന റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഗൈഡ് ലൈൻ ആണ് ഞാൻ പറയുന്നത്. സോ അവരുടെ റെക്കമെൻഡഡ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം ഉണ്ടല്ലോ, ആ ശരീരഭാരം ഇൻറ്റു 1.6 അത്രയും പ്രോട്ടീൻ ആണ് വേണ്ടത് എന്നുള്ളതാണ് ഒരു ജനറൽ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ ശരീരഭാരം 70 ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 70 ഇൻറ്റു 1.6 വിച്ച് ഇസ് 112. അപ്പോൾ 112 ഗ്രാം പ്രോട്ടീനാണ് ഞാൻ ഒരു ദിവസം കഴിക്കേണ്ടത്. ഒരു ശരാശരി മനുഷ്യൻ്റെ കാര്യം, എന്നെപ്പോലെ ഒരു ശരാശരി മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അഥവാ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ മസിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുവാണ് എന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള കേസസിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്രോട്ടീൻ കഴിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ ശരീരഭാരം ഇൻറ്റു അപ് ടു 2 വരെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതായത് 70 കിലോഗ്രാം ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 140 ഗ്രാം ഓഫ് പ്രോട്ടീനാണ് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത്. ഈ ടോപ്പിക് റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും വരുന്ന സംശയമായിരിക്കും, ഈ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഒക്കെ മോശമാണ് എന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതല്ല എന്ന് വാദിക്കുന്നതാണോ ഈ വീഡിയോയുടെ കാര്യം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം. എന്നാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സപ്ലിമെൻറ്റ്സിനെതിരായുള്ള ഒരു ആളല്ല ഞാൻ. ആൻഡ് അതൊരു സയൻറ്റിഫിക് ബാക്കിംഗ് ഇല്ലാത്തൊരു നറേറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് മോശമാണെന്നോ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്, ഈ പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറയുന്നത് അൺനാച്ചുറലാണ്, അതുകൊണ്ട് അത് ശരീരത്തിന് നല്ലതല്ല. അപ്പം അങ്ങനത്തെ ഒരു വാദവും എനിക്കില്ല. അൺനാച്ചുറലാണ് എന്ന് വാദിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന വാഴപ്പഴം പോലും നമുക്ക് അൺനാച്ചുറൽ ആണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. കാരണം ഇപ്പം ഒരു 500 വർഷം മുന്നേ നമ്മുടെ വാഴപ്പഴം എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ
തന്നെയായിരുന്നു കാണാൻ. അപ്പോൾ ഇന്ന് വാഴപ്പഴം നമ്മൾ അതിനെ സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്ത് അൺനാച്ചുറലി സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്ത് ഇന്ന് ഈ രീതിയിലുള്ള വാഴപ്പഴം നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാലും പണ്ട് ആപ്പിളിൻ്റെ കുരു എന്ന് പറഞ്ഞാൽ വലുതായിരുന്നു, എന്നാൽ ഇന്നത് സെലക്റ്റീവ് ഇത് ചെയ്ത് നമ്മൾ അതിൻ്റെ കുരു ചെറുതായത് സെലക്ട് ചെയ്ത് നമ്മൾ ഇന്ന് അൺനാച്ചുറലി ആണ് ഇന്ന് കഴിക്കുന്ന ആപ്പിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വാദവും എനിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ സപ്ലിമെന്റ് എന്ന് പറയുന്നത് അൺനാച്ചുറൽ ആണ്, അതുകൊണ്ട് അൺഹെൽത്തി ആണ്, അങ്ങനെയുള്ള ഒരു വാദവും ഇല്ല. പിന്നെ മാത്രമല്ല പലർക്കും ഒരു സംശയവും ഉണ്ടാവാറുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ഇന്റർനെറ്റിലൊക്കെ മീം വരാറുണ്ട്. അതായത് ഈ പ്രോട്ടീൻ പൗഡറിനും സ്റ്റെറോയിഡും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറും ഡ്രഗ്സും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാർ. ഇതിൽ തന്നെ ഒരു മീം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, പ്രോട്ടീൻ പൗഡർ മകൻ എടുത്ത് കഴിക്കുന്നു, അമ്മ അത് കണ്ടിട്ട് മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ മീംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വാദവും എനിക്കില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു എസെൻഷ്യൽ മാക്രോ ന്യൂട്രിയൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഹാരത്തിലൂടെ ഈ പ്രോട്ടീൻ നമുക്ക് കിട്ടാവുന്നതാണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ വളരെ പ്രോപ്പറായി പ്ലാൻ ചെയ്ത് ഞാൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന് വേണ്ടത് ഇപ്പോൾ 112 ഗ്രാം പ്രോട്ടീനാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 112 ഗ്രാം പ്രോട്ടീൻ എനിക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്ത് എനിക്ക് മീൽസിലൂടെ എടുക്കാവുന്നതാണ്. അങ്ങനെ മീൽസിലൂടെ ആഹാരത്തിലൂടെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മെജോറിറ്റി ആൾക്കാർക്കും ഈ നന്നായി പ്ലാൻ ചെയ്ത് ഈ മീലിലൂടെ തന്നെ, ഇപ്പോൾ 3 മീലാണ് ഞാൻ കഴിക്കുന്നത് വിചാരിക്കുക, രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 മീലിൽ പ്ലാൻ ചെയ്ത് ഈ റിക്വയർഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ എടുക്കുന്നതെന്ന് പറയുന്നത്, 112 ഗ്രാം എടുക്കുന്നതെന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആണ്. അത് ഈവൻ അഡ്വാൻസ്ഡ് ലിഫ്റ്റേഴ്സിന് പോലും, വളരെ നന്നായി മീൽ പ്ലാനിങ് ചെയ്യാൻ അറിയുന്നവർക്ക് പോലും ഈ 3 മീൽസിലൂടെ ഇത്രയും റെക്കമെൻഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലെറ്റ്സ് ഞാൻ 3 മീലിൽ ഞാൻ കഴിക്കുവാണ്. അപ്പോൾ ആ 3 മീലിൽ എനിക്ക് ഒരു 85 ഗ്രാം പ്രോട്ടീൻ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ബാക്കി 112 എത്താൻ എനിക്കൊരു 27 ഗ്രാമിൻ്റെ പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ 27 ഗ്രാം നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നു, അതായത് വേ പ്രോട്ടീനോ പ്ലാൻ പ്രോട്ടീനോ എന്താണെന്ന് വെച്ചാൽ കഴിക്കുന്നു. അപ്പോൾ അതിലൂടെ കഴിക്കുന്നതെന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുക്കുന്നത് മോശം കാര്യമാണ് എന്ന് വാദിക്കുന്നതല്ല ഈ വീഡിയോയുടെ പ്രധാനമായ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മീലിലൂടെ നമ്മൾ 112 ഗ്രാം പ്രോട്ടീൻ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ റെക്കമെൻഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ നമുക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുക്കുന്നത് ഒരു ഹെൽത്തി ആയ കാര്യം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെ തരം പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ പൗഡറിനെ രണ്ടായി തിരിക്കാം. ഒന്നിനെ നമ്മൾ വേ പ്രോട്ടീൻ എന്ന് പറയുന്നു, രണ്ടാമത്തേനെ പ്ലാൻ പ്രോട്ടീൻ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ വേ പ്രോട്ടീൻ കഴിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ പകരം ഞാൻ കഴിക്കുന്നത് പ്ലാൻ പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നും ഇതെങ്ങനെ വരുന്നു എന്നുള്ളതും ഇത് തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്, എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എന്ത് പ്രോട്ടീനാണ് ഏറ്റവും നല്ലത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ വേ പ്രോട്ടീൻ ആണ്. വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വേ എന്ന് പറയുന്നത് പാലിൽ നിന്നും വരുന്ന ഒരു പദാർത്ഥത്തിനെയാണ് നമ്മൾ വേ എന്ന് പറയുന്നത്. അപ്പോൾ പാലിൽ നിന്നും നമ്മൾ ചീസ് ഉണ്ടാക്കാൻ വേണ്ടി പാലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്. ആ ബൈ പ്രോഡക്റ്റിനെയാണ് നമ്മൾ വേ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ആ ബൈ പ്രോഡക്റ്റിനെ കൂടുതൽ പ്രോസസ്സ് ചെയ്ത് അതിനെ ഉണക്കിയെടുത്ത് അതിനെ പൗഡേർഡ് ഫോമിലാക്കി എടുക്കുന്നതിനാണ് നമ്മൾ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേ പ്രോട്ടീനിൽ തന്നെ 3 തരം വേ പ്രോട്ടീൻ നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് എന്ന് പറയും. അത് ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് വഴിയാണ് ഈ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ഉണ്ടാക്കാറുള്ളത്. രണ്ടാമത്തെ തന്നെ നമ്മൾ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് എന്ന് പറയും. ഈ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് എന്ന് പറയുന്നത് വേറൊരു തരം പ്രോസസ്സിലായിരിക്കും വരുന്നത്. മൂന്നാമത്തെ തരം പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലർ അല്ലാത്തൊരു പ്രോട്ടീനാണ്. ഈ കോൺസെൻട്രേറ്റും ഐസൊലേറ്റും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്നാൽ മൂന്നാമത് തരം ഒരു പ്രോട്ടീൻ വേ പ്രോട്ടീൻ കൂടെ ഉണ്ട്. അതിനെ നമ്മൾ വേ പ്രോട്ടീൻ ഹൈഡ്രോളസേറ്റ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ 3 തരം പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ ഉള്ളത്. അപ്പോൾ അത് ഒന്നാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരോ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങൾ പ്രോട്ടീൻ എടുക്കുന്നതിൽ ദേഷ്യപ്പെടുവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കാമെന്നാണ്, അവരടുത്ത് പറയാമെന്നാണ്. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പാലിൽ നിന്നും വരുന്ന ഒരു പദാർത്ഥം തന്നെയാണ്. പാലിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീൻ തന്നെയാണ്, നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനം തന്നെയാണ്. അത് വളരെ ഒരു സാധുവായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അത് ഡ്രഗ് അല്ല, അത് സ്റ്റെറോയിഡ് അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതാണ് വേ പ്രോട്ടീൻ. ഇനി പ്ലാൻ പ്രോട്ടീൻ എന്താണ്? പ്ലാൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേ പ്രോട്ടീൻ പാലിൽ നിന്നും വരുന്നതുകൊണ്ട് തന്നെ അതൊരു അനിമൽ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. എന്നാൽ പ്ലാൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ്സിൽ നിന്നും വരുന്ന പ്രോഡക്ട്സിനെയാണ് നമ്മൾ പ്ലാൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സോയ്ബീനിൽ നിന്നും എടുക്കുന്ന പ്രോട്ടീനെ നമ്മൾ സോയ് പ്രോട്ടീൻ എന്ന് പറയുന്നു. അപ്പോൾ അതൊരു പ്ലാൻ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്, അതൊരു പ്ലാൻ പ്രോട്ടീൻ ആണ്. സിമിലർലി നമ്മൾ അതായത് പട്ടാണി ഉണ്ടല്ലോ, ആ പട്ടാണിയിൽ നിന്നും എടുക്കുന്ന
പ്രോട്ടീനെ നമ്മൾ പീ പ്രോട്ടീൻ എന്ന് പറയുന്നു. സിമിലർലി നമുക്ക് ബ്രൗൺ റൈസിൽ നിന്നും പ്രോട്ടീൻ എടുക്കാൻ പറ്റും, അതിനെ ബ്രൗൺ റൈസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ 2 തരം പ്രോട്ടീനാണ്, വേ പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ പ്ലാൻ പ്രോട്ടീൻ ഉണ്ട്. നമുക്ക് ഇന്ന് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യം എല്ലാവരുടെ മനസ്സിലും വരുന്നത് വേ പ്രോട്ടീൻ തന്നെയാണ്. ഈ പ്ലാൻ പ്രോട്ടീനെ കുറിച്ച് ചിന്തിക്കുക പോലും ആരും ചെയ്യാറില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോട്ടോ കോപ്പി എടുക്കുന്ന മെഷീനിനെ നമ്മൾ ഇന്ന് സെറോക്സ് മെഷീൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതായത് ആ മെഷീനിന് ഒരു പേരുണ്ട്, എന്നാൽ ആ മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനി അത്ര അധികം പോപ്പുലർ ആയതുകൊണ്ട് ഈ മെഷീനെ തന്നെ നമ്മൾ ആ കമ്പനിയുടെ പേരിലാണ് അറിയുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ കോള കുടിക്കണമെന്ന് നമ്മൾ പറയും, നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂൾ ഡ്രിങ്ക്സ് ആണ്. എന്നാൽ കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനി അത്രയധികം പോപ്പുലർ ആയതുകൊണ്ട് കൂൾ ഡ്രിങ്ക്സിനെ നമ്മൾ കോള എന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്രോട്ടീൻ്റെ കാര്യം. നമ്മൾ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പ്രോട്ടീൻ സപ്ലിമെന്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ട് എനിക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വേ പ്രോട്ടീൻ എടുത്തായിരിക്കും തരുന്നത്. അത് ബേസിക്കലി ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നതും പ്രോട്ടീൻ സപ്ലിമെന്റ് എന്ന് പറയുന്നതും ഒരു സിനോണിമസ് ടേമായി മാറിക്കഴിഞ്ഞു. ആൾക്കാർക്ക് എല്ലാവർക്കും അങ്ങനെയാണ് ഒരു ബോധ്യത ഉള്ളത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ 2 കാര്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞ് ഇത് രണ്ടും തമ്മിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ഒന്നിന് മറ്റുള്ള മുകളിലുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഇമ്പാക്റ്റ് എന്താണ്, നമ്മുടെ ശരീരത്തിലുള്ള ഇമ്പാക്റ്റ് എന്താണ്, ഇതൊക്കെ ജഡ്ജ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വേ പ്രോട്ടീൻ എടുക്കുന്നത് ഒരു മോശം കാര്യമാണ് എന്ന് ഞാൻ വാദിക്കുന്നില്ല. ഞാൻ അഗൈൻ ആൻഡ് അഗൈൻ അത് പറയുവാണ്. നിങ്ങൾക്ക് വേ പ്രോട്ടീൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേ പ്രോട്ടീൻ ബെസ്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാവുന്നതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്ലാൻ പ്രോട്ടീനുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതേപോലെ ഇതുമായിട്ടുള്ള കമ്പാരിസണും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 6 ബ്രോഡ് കാറ്റഗറീസിൽ ഈ വേ പ്രോട്ടീനും പ്ലാൻ പ്രോട്ടീനും തമ്മിൽ കമ്പയർ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് എനിക്ക് പ്ലാൻ പ്രോട്ടീൻ വേ പ്രോട്ടീനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആണ് എൻ്റെ ശരീരത്തിന്, മാത്രമല്ല പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ബെറ്റർ ആണ് എന്ന് എനിക്ക് തോന്നിയതെന്നും ഒരുപക്ഷെ നിങ്ങൾക്കും അത് സത്യമാവാൻ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എഫക്റ്റീവായി കമ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കണം ഈ വീഡിയോയുടെ എൻഡ് ഗോൾ എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലോട്ട് പോകാം. നമ്മളെപ്പോഴും ഈ ചാനലിൽ കൂടുതലും ഹെൽത്ത് റിലേറ്റഡ് കാര്യം പറയുന്നതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഈ വേ പ്രോട്ടീൻ്റെയും പ്ലാൻ പ്രോട്ടീൻ്റെയും ഹെൽത്തിലുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എസെൻഷ്യൽ മാക്രോന്യൂട്രിയൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബേസിക് മാക്രോന്യൂട്രിയൻ്റ് ആണ്, പ്രൈമറി മാക്രോന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ വേ പ്രോട്ടീൻ വേഴ്സസ് പ്ലാൻ പ്രോട്ടീൻ പറയുമ്പോൾ 2 മെയിൻ പോയിന്റേഴ്സാണ് ആൾക്കാർ ഹെൽത്തിലോട്ട് പറയാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് വേ പ്രോട്ടീൻ്റെ അബ്സോർബബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ വേ പ്രോട്ടീൻ പ്ലാൻ പ്രോട്ടീനേക്കാൾ കൂടുതൽ അബ്സോർബബിൾ ആണ് എന്നുള്ളതാണ് ഒരു കോമൺ നോളജ്. ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം, പക്ഷെ ഒരു കോമൺ നോളജ് അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൾക്കാർ പറയാറുള്ളത് എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ കുറിച്ചാണ്. എന്താണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിന് ഈ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാവണം. ഓക്കെ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് 21 ഡിഫറെൻറ്റ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഇതിൽ ചിലതൊക്കെ നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, ചിലതൊക്കെ നമ്മൾ ആഹാരത്തിലൂടെ തന്നെ നമുക്ക് കിട്ടുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ആ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം ഈ വേ പ്രോട്ടീനിലുണ്ട്, എന്നാൽ പ്ലാൻ പ്രോട്ടീനിൽ അതില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം. അപ്പോൾ 2 വാദങ്ങളാണുള്ളത് ഹെൽത്തിലോട്ട് വരുമ്പോൾ. ഒന്ന്, വേ പ്രോട്ടീൻ കൂടുതൽ അബ്സോർബബിൾ ആണ് എന്നുള്ളതാണ്. രണ്ടാമത്, വേ പ്രോട്ടീനിൽ പ്ലാൻ പ്രോട്ടീൻ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് അബ്സോർബബിലിറ്റിയിലോട്ട് വരാം. അബ്സോർബബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠനം പറയുന്നത് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു അനിമൽ പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ അതിന് പ്ലാൻ പ്രോട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ അബ്സോർബിലിറ്റി കുറച്ച് കൂടുതൽ തന്നെയാണ് എന്നുള്ളതാണ് അത് പറയുന്നത്. ഇതിൻ്റെ എക്സാക്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏകദേശം 85 to 90% അബ്സോർബിൾ ആണ് എന്നുണ്ടെങ്കിൽ പ്ലാൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏകദേശം 75 to 85% അബ്സോർബിൾ ആണ് എന്നാണ് ആ പഠനം പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ പഠനം പറയുന്നത് പ്ലാൻ പ്രോട്ടീനെ കൂടുതൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അബ്സോർബിലിറ്റി കൂടാറുണ്ട് എന്നുള്ളതാണ് ആ പഠനം പറയുന്നത്. അപ്പോൾ അബ്സോർബിലിറ്റിയോട് വന്നു കഴിഞ്ഞാൽ ഒരു മൈനർ ഡിഫറൻസ് പ്ലാൻ പ്രോട്ടീനും വേ പ്രോട്ടീനും തമ്മിലുണ്ട്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം അബ്സോർബിലിറ്റിയോട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെറ്റ്സ് സേ എനിക്ക് 3 മീൽ ഞാൻ കഴിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 3 മീലിൽ എനിക്ക് 85 ഗ്രാം പ്രോട്ടീൻ കിട്ടി എന്ന് വിചാരിക്കാം. എനിക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വെയിറ്റ് 70 ആണ്. അപ്പോൾ 70 × 1.6 വിച്ച് ഇസ് 112 ഗ്രാം പ്രോട്ടീൻ, 112 ഗ്രാം പ്രോട്ടീനാണ് എനിക്ക് വേണ്ടത്. എനിക്ക് 85 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കി 27 ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ 27 കിട്ടണമെന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീനായി നമ്മളത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 90% നമുക്ക് വേ പ്രോട്ടീൻ്റെ അബ്സോർബിലിറ്റി എന്ന് വിചാരിക്കാം. അപ്പോൾ 27 ഗ്രാം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 30 ഗ്രാം
വേ പ്രോട്ടീൻ കഴിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് അതിൽ 27 ഗ്രാം ബോഡിയിൽ അബ്സോർബ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് വേ പ്രോട്ടീൻ്റെ കാര്യം. എന്നാൽ അതേ സെയിം തിങ് നമ്മൾ പ്ലാന്റ് പ്രോട്ടീനിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ 30-ന് പകരം മേ ബി ഒരു 32-33 ഗ്രാം എനിക്ക് കഴിക്കേണ്ടി വരും. കാരണം പ്ലാന്റ് പ്രോട്ടീൻ്റെ അബ്സോർബിലിറ്റി എന്ന് പറയുന്നത് വേ പ്രോട്ടീനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 5 മുതൽ 10% വരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേ പ്രോട്ടീൻ എത്ര കഴിക്കുന്നോ അതിനേക്കാൾ കുറച്ച് കൂടുതൽ കഴിക്കേണ്ടി വരും പ്ലാന്റ് പ്രോട്ടീൻ ഇത്രയും അബ്സോർബിലിറ്റി കിട്ടാൻ വേണ്ടി. 27 ഗ്രാമാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ 30 ഗ്രാം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പ്രോട്ടീൻ ഒരു 33 ഗ്രാം കഴിച്ചാൽ മതി, നമുക്ക് വേണ്ട 27 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അബ്സോർബിലിറ്റി നോക്കുമ്പോൾ ഒരിക്കൽ കൂടി വേ പ്രോട്ടീൻ കുറച്ചുകൂടി അബ്സോർബിൾ ആണ്, മൈനർ ഡിഫറൻസ് ആണ് ഉള്ളത്. എന്നാൽ അതിനനുസരിച്ച് പ്ലാന്റ് പ്രോട്ടീൻ കുറച്ച് കൂടുതൽ കഴിച്ചാൽ മതി, അബ്സോർബിലിറ്റിയുടെ ഇഷ്യൂ നമുക്ക് അവിടെ സോൾവ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. ഇനി പോയിന്റ് നമ്പർ 2 ഞാൻ വരാം. രണ്ടാമത്തെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 21 ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് ഉണ്ട്. അതിൽ തന്നെ 9 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് EAS എന്ന് പറയും. അപ്പോൾ ഈ 9ഉം നമ്മുടെ ബോഡിയിൽ കിട്ടേണ്ട രീതിക്ക് വേ പ്രോട്ടീനിലുണ്ട്, എന്നാൽ പ്ലാന്റ് പ്രോട്ടീനിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കൂടുതൽ പഠനങ്ങൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ആക്ച്വലി ലൈക്ക് 2019 വന്ന ഈ പഠനം പറയുന്നത് ഈ സെയിം കാര്യം തന്നെയാണ്. അതായത് വേ പ്രോട്ടീൻ്റെ റേഷ്യോ, എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് ബോഡിക്ക് എങ്ങനെയാണോ വേണ്ടത് അത് വളരെയധികം ഒരു പ്രോപ്പറായ റേഷ്യോയിലാണ് വരുന്നത് എന്നുള്ളത്. എന്നാൽ അത് പ്ലാന്റ് പ്രോട്ടീനെ കമ്പയർ ചെയ്യുന്നതും കൂടെ ഉണ്ട്. അവർ പറയുന്നത് പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സോഴ്സിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ടാവാറില്ല എന്നുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പല തരം പ്രോട്ടീനിൽ നിന്നും വരാറുണ്ട്. അത് സോയ് പ്രോട്ടീൻ ആവാം, സോയാബീനിൽ നിന്ന് വരുന്ന, ബ്രൗൺ റൈസിൽ നിന്ന് വരുന്ന ബ്രൗൺ റൈസ് പ്രോട്ടീൻ ഉണ്ട്, പീയിൽ നിന്ന് വരുന്ന പീ പ്രോട്ടീൻ ഉണ്ട്, പംകിൻ സീഡിൽ നിന്ന് വരുന്ന പംകിൻ സീഡ് പ്രോട്ടീൻ ഉണ്ട്. അങ്ങനെ പലതരം പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുപക്ഷെ ഈ സോയ് പ്രോട്ടീനിൽ ആക്ച്വലി ലൈക്ക് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട് എന്ന് തന്നെയാണ് ആ പഠനം പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള പ്രോട്ടീനിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചില പ്രോട്ടീനിലൊക്കെ ചില എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കുറവായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ പ്ലാന്റ് പ്രോട്ടീനിലോട്ട് വരുമ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളത് പ്ലാന്റ് പ്രോട്ടീൻ്റെ ബ്ലെൻഡ് എടുക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ഒന്നിൽ കൂടുതൽ പ്ലാന്റ് പ്രോട്ടീൻ വരുന്ന ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മിക്കവാറുമുള്ള പ്ലാന്റ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും ബ്ലെൻഡുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ചെന്നൊരു പ്ലാന്റ് പ്രോട്ടീൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, വേ പ്രോട്ടീൻ ആണെങ്കിൽ നമുക്കിത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിലെല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ട്. എന്നാൽ പ്ലാന്റ് പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് പ്രോട്ടീൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ ഉള്ളത് എന്നുള്ളത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഒരു ബ്ലെൻഡ് ആണോ അതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ ബാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയേക്കുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നാക്പ്രോയുടെ പ്ലാന്റ് പ്രോട്ടീൻ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിൽ അവർ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് പ്രോട്ടീൻ ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്രൗൺ റൈസിൻ്റെയും അതേപോലെ തന്നെ പീയിൻ്റെയും പട്ടാണിയുടെയും രണ്ടിൻ്റെയും ബ്ലെൻഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലെൻഡുകൾക്ക് ഇങ്ങനെയുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. കാരണം ഈ പീയിലില്ലാത്ത എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നിങ്ങൾക്ക് ബ്രൗൺ റൈസിൽ പ്രോട്ടീനിൽ നിന്ന് കിട്ടും, ബ്രൗൺ റൈസ് പ്രോട്ടീൻ ഇല്ലാത്ത എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നിങ്ങൾക്ക് പീ പ്രോട്ടീനിൽ നിന്ന് കിട്ടും. അപ്പോൾ രണ്ടിനെയും ബ്ലെൻഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കറക്റ്റ് റേഷ്യോയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു പ്രോട്ടീൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് എടുക്കണം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജസ് അതാണ്. നിങ്ങൾ വേ പ്രോട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്ലാന്റ് പ്രോട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രോപ്പർ പ്രോട്ടീൻ ചൂസ് ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്, ഒരു വേ പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് പ്രോട്ടീൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് 3 അമിനോ ആസിഡ്സിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ലൂസീൻ, ഐസോലൂസീൻ, വാലിൻ, ഈ 3 കാര്യങ്ങളുടെ റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ ഏതൊരു പ്രോട്ടീനും എടുക്കേണ്ടത്. ഇതിൽ വരേണ്ടതെന്ന് പറയുന്നത് 2:1:1 റേഷ്യോയിലാണ് വരേണ്ടത്. ലൂസീൻ 2 ആണെങ്കിൽ വാലിൻ 1 ആയിരിക്കണം, ഐസോലൂസീൻ 1 ആയിരിക്കണം. അപ്പോൾ 2:1:1 റേഷ്യോയിൽ ലൂസീൻ, ഐസോലൂസീൻ, വാലിൻ ഉണ്ടെങ്കിൽ അത് ഒരു പ്രോപ്പർ റേഷ്യോയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, പ്ലാന്റ് പ്രോട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, വേ പ്രോട്ടീൻ ആണെങ്കിലും പ്ലാന്റ് പ്രോട്ടീൻ ആണെങ്കിലും ലൂസീൻ, ഐസോലൂസീൻ, വാലിൻ എന്ന് പറയുന്നത് 2:1:1 റേഷ്യോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഹെൽത്ത് കാര്യങ്ങളാണ് ഹെൽത്ത് ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ 2 കാര്യം പറഞ്ഞു. അബ്സോർബിലിറ്റി പ്ലാന്റ് പ്രോട്ടീനും കുറച്ച് കുറവ് തന്നെയാണ്. എന്നാൽ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് പ്ലാന്റ് പ്രോട്ടീൻ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേ പ്രോട്ടീനുമായി സാമ്യത ഉള്ള അത്രയും പ്രോട്ടീൻ കണ്ടന്റ് നിങ്ങളുടെ ബോഡിക്ക് കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് വേ പ്രോട്ടീൻ കാണാറുണ്ട്, എന്നാൽ
ഒരു സിംഗിൾ സോഴ്സിൽ നിന്നുള്ള പ്ലാന്റ് പ്രോട്ടീൻ കാണാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ബ്ലെൻഡ്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ, ബ്ലെൻഡ്സ് ഉള്ള പ്ലാന്റ് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കിട്ടുന്നതായിരിക്കും. വേ പ്രോട്ടീൻ ആണെങ്കിലും പ്ലാന്റ് പ്രോട്ടീൻ ആണെങ്കിലും 2:1:1 ലൂസീൻ:1 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ട എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഹെൽത്ത് എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചുള്ള ക്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരാം, പ്രൈസ് കമ്പാരിസൺ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രോട്ടീൻ പൗഡർ സ്വിച്ച് ചെയ്യാനുള്ള, അതായത് ആദ്യം ഞാൻ വേ പ്രോട്ടീൻ ഒരു 6 മാസത്തോളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പ്ലാന്റ് പ്രോട്ടീനിലോട്ട് സ്വിച്ച് ചെയ്യാനാണ് ഉണ്ടായത്. അതിനുള്ള വൺ ഓഫ് ദി ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് പ്രൈസിങ് തന്നെയാണ്. സോ പ്രൈസിങ് നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്ലാന്റ് പ്രോട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെയധികം എക്സ്പെൻസീവ് ആണ്. ഓക്കെ, സോ ഇതിന് പല റീസൺസ് ഉണ്ടാവാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഫാക്ട് ഈ ഒരു റിപ്പോർട്ടും പറയുന്നത് 1 kg ഓഫ് വേ പ്രോട്ടീൻ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 200 ലിറ്ററോളം പാലിനെ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ 1 kg ഓഫ് വേ പ്രോട്ടീൻ നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും അധികം പാല് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്രയും വേ പ്രോട്ടീൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേ പ്രോട്ടീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിളിലോട്ട് വരാം. ഞാൻ ഒരു പർട്ടിക്കുലർ വേ പ്രോട്ടീൻ പറയുവാണ്, ലെറ്റ്സ് സേ നമുക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ്, അതായത് ഒപ്റ്റിമം ന്യൂട്രീഷൻ തന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് വേ പ്രോട്ടീൻ വേഴ്സസ് ഒപ്റ്റിമം ന്യൂട്രീഷൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്ലാന്റ് പ്രോട്ടീൻ, അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പ്രൈസ് കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടും സെയിം കമ്പനി തന്നെയാണ്, അവരുടെ പ്രോസസ്സസ് എല്ലാം സെയിം ആണ്, അവരുടെ സർട്ടിഫിക്കേഷൻസ് എല്ലാം സെയിം ആണ്, എവറിത്തിങ് റിമെയിൻസ് ദി സെയിം. എന്നാൽ അവരുടെ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്ലാന്റ് പ്രോട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ അധികം എക്സ്പെൻസീവ് ആണ്. സോ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വളരെയധികം ഡ്രൈവിംഗ് ഫാക്ടർ ആയിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം ഹെൽത്ത് ഇമ്പാക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, രണ്ടാമത് പ്രൈസിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഹെൽത്ത് ഇമ്പാക്റ്റിൽ ആ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞപ്പോഴും വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പ്രൈസിങ്ങിലോട്ട് വരുമ്പോൾ പ്ലാന്റ് പ്രോട്ടീന് വളരെയധികം ഒരു മുൻതൂക്കമുണ്ട്. കാരണം പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് കൂടുതൽ ഇൻഎക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ ചീപ്പർ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഹെൽത്ത് ബെനിഫിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വേ പ്രോട്ടീൻ ആണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്ലാന്റ് പ്രോട്ടീൻ ആണ് എന്നുണ്ടെങ്കിലോ അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ഇതടക്കം പല പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോകാം. മൂന്നാമത്തെ കാര്യം അനിമൽ ക്രൂവൽറ്റി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ഒരു ചിന്ത വരും, എന്താണ് ഇവിടെ അനിമൽ ക്രൂവൽറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. വേ പ്രോട്ടീൻ പ്രോസസ്സ് ചെയ്ത് വരുന്നത് പാലിൽ നിന്നാണ്, ആൻഡ് അതിൽ അനിമൽ ക്രൂവൽറ്റി ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡയറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡയറി എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൗസ് മിൽക്കിൽ നിന്നാണല്ലോ. അപ്പോൾ ഇതിൽ കാറ്റിലിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, എസ്പെഷ്യലി ഒരു മാസ് പ്രൊഡക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് കാറ്റിലിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി ഡയറി ഇൻഡസ്ട്രി അവരുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റ് ഡ്രിവൺ ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഡ്രിവൺ ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാറ്റിലിനെ അവർ ട്രീറ്റ് ചെയ്യുന്നതും ഇട്ട് വളർത്തുന്നത് പറയുന്നത് വളരെയധികം ഒരു കൺജസ്റ്റഡ് ആൻഡ് ഒരു ബാഡ് എൻവറോൺമെൻറ്റിലാണ് ഈ ജന്തുക്കളെ ഇട്ട് വളർത്തുന്നത്. ആൻഡ് കൗസ് എന്ന് പറയുന്നത് ഒരു മാമൽസ് ആണല്ലോ, നമ്മളെപ്പോലെ തന്നെ കൗസ് ഒരു മാമൽസ് ആണ്. അപ്പോൾ ഈ മാമൽസിന് പാല് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് ഡെലിവേർഡ് എ ബേബി. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ഇതിനെ ഫോഴ്സിബിളി ഇംപ്രഗ്നേറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പരിപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഐ എം ബീങ് എ ലിറ്റിൽ ബിറ്റ് എക്സ്പ്ലിസിറ്റ് ഓവർ ഹിയർ. സോ കൗവിൻ്റെ വെജൈനയിൽ കൈയിട്ട് സീമൻ ഇൻസേർട്ട് ചെയ്ത് അതിനെ പ്രഗ്നൻ്റ് ആക്കുവാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി വെരി പെയിൻഫുൾ പ്രോസസ് ഫോർ ദ കാറ്റിൽ ആൻഡ് ഇറ്റ് ഹാസ് ടു അണ്ടർഗോ ദാറ്റ്. ആൻഡ് ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് വളരെയധികം ക്രൂവലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇനി വൺസ് ഇൻസെമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൗ ഒരു കാറ്റിലിനെ പ്രസവിക്കുന്നു. സോ പ്രസവിച്ച ഉടൻ തന്നെ ഈ കാഫിനെ ഇവർ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രം ദ മദർ കൗ. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ലൈക്ക് സൈക്കോളജിക്കൽ തിങ് ഫോർ ദ മദർ കൗ. അത് ഒരുപക്ഷെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇറ്റ്സ് നോട്ട് എ വെരി വെരി പ്ലസൻറ്റ് തിങ് ടു വാച്ച്. ഓക്കെ, സോ അവിടെ അത് സംഭവിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഈ ജനിക്കുന്ന കാറ്റിൽ എന്ന് കാഫ് എന്ന് പറയുന്നത് ഒരു മെയിൽ കാഫാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡയറി ഇൻഡസ്ട്രിക്ക് യൂസ്ഫുൾ അല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഗെറ്റ്സ് ദ ആക്സ്, ഇറ്റ് ഗെറ്റ്സ് കിൽഡ്. ഓക്കെ, ആൻഡ് അതൊരു ഫീമെയിൽ കാഫ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ത്രൂ ദ സെയിം സൈക്കിൾ. അതിനെ വളർത്തുന്നു, അതിനെ ഒരു അമ്മയാക്കുന്നു, പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു സെയിം സൈക്കിളിലോട്ട് തിരിച്ചു പോവുകയാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ലിവിങ് കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ്
extremely bad. You have to visit a dairy farm to understand this. It is extremely bad and it's extremely cruel. And finally, ഇതെല്ലാം കഴിഞ്ഞ് ഒരു കൗവിൻ്റെ നാച്ചുറൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 15 to 20 ഇയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഡയറി ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ കൗവിനെ കൊണ്ട് ആർട്ടിഫിഷ്യലി ഇൻസിമിനേറ്റ് ചെയ്ത് പ്രസവിപ്പിച്ച് ഇറ്റ് ഗോസ് ത്രൂ ലൈക്ക് 4-5 സൈക്കിൾസ്. അതിനുശേഷം ഇതിന് പ്രസവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും, വിച്ച് ഇസ് ടിപ്പിക്കലി അറൌണ്ട് 5 ഇയേഴ്സ്. അപ്പോൾ 5 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഇതിനെ സ്ലോട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോർ ബീഫ് ആൻഡ് അതർ തിങ്സ്. സോ ഇറ്റ്സ് എ വെരി വെരി ക്രൂവൽ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ഡെയറി കൺസംഷൻ എന്ന് പറയുന്നതും ഡെയറിയുടെ ബൈ പ്രോഡക്റ്റ് ആയ വേ പ്രോട്ടീൻ കൺസംഷൻ എന്ന് പറയുന്നതും ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് അനിമൽ ക്രൂവൽറ്റി. സോ അത് ഒരു മേജർ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നു. സോ ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ വലിയ കാര്യമാണോ, നിങ്ങൾ ചായ കുടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം എ വീഗൻ. ഞാൻ ഒരു അനിമൽ പ്രോഡക്റ്റും യൂസ് ചെയ്യാറില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊക്കെ ചിന്തിക്കാനുള്ള എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഹംബിൾ ഒപ്പീനിയൻ. കാരണം നമ്മൾ ഇന്ന് നിൽക്കുന്നത് വി ആർ ഇൻ എ വെരി ഡെവലപ്ഡ് സൊസൈറ്റി. ഓക്കെ, വി ആർ നോട്ട് ഇൻ living in like 1700s or 1600s where food itself was a scarcity. ഒരു കാലം നമുക്കുണ്ടായിരുന്നു, വളരെ നമ്മൾ ആഹാരത്തിന് തന്നെ പട്ടിണി കടന്ന അല്ലെങ്കിൽ ആഹാരം കിട്ടാതെ പട്ടിണി കടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറി ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു വെൽ ഡെവലപ്ഡ് സൊസൈറ്റിയാണ്. നമുക്ക് ഇൻഫർമേഷൻ ആക്സസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു, പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഹെൽത്തിൽ വലിയൊരു വ്യത്യാസം വരുന്നില്ല വേ പ്രോട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ. അത് നമ്മൾ ബ്ലെൻസ് എടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെ ആഡിക്വേറ്റ് എമൗണ്ടിൽ അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വേ പ്രോട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ പ്രൈസും അതിന് കുറവാണ്. കാശ് വെച്ച് നോക്കുമ്പോഴും വേ പ്രോട്ടീനേക്കാൾ പ്ലാന്റ് പ്രോട്ടീൻ കുറവാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു അനിമൽ ക്രൂവൽറ്റി ഇല്ലാത്ത ഒരു ഓൾട്ടർനേറ്റീവ് നമുക്കുള്ളപ്പോൾ അനിമൽ ക്രൂവൽറ്റി ഉള്ള വേ പ്രോട്ടീൻ എന്തിന് കൺസ്യൂം ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ വേ പ്രോട്ടീൻ യൂസ് ചെയ്യാത്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ കാര്യം പറയുമ്പോൾ ഇത് തന്നെ നമുക്കൊരു ലെങ്തി വീഡിയോ ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ്, ഈ ഡയറി ഇൻഡസ്ട്രിയിലുള്ള അനിമൽ ക്രൂവൽറ്റി എന്ന് പറയുന്നത്. കാരണം പലരും വാദിക്കാറുള്ളത്, ഇതിനൊന്നും എനിക്ക് ചിന്തിക്കാൻ സമയമില്ല, എനിക്ക് വേ പ്രോട്ടീൻ തന്നെ വേണം എന്നുള്ള ചിന്താഗതി ഉള്ള ആൾക്കാരുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് എ വാലിഡ് എതിർവാദം, അങ്ങനെ ഒരു പ്രോപ്പർ എതിർവാദമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അത് കൂടെ തന്നെ ചില ആൾക്കാർ പറയാറുള്ളത്, ഇങ്ങനത്തെ ഡയറി ഫാംസ് ഒന്നും അല്ല, ഞാൻ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത് വളരെ ക്രൂവൽ അല്ലാത്ത ഡയറി ഫാമാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അത് പലപ്പോഴും അവരുടെ ഒരു ഇഗ്നോറൻസ് കാരണമാണ് ആ വാദം വരാറുള്ളത്. അവർക്ക് കാര്യം അറിയാത്തതുകൊണ്ടാണ് ആ വാദം വരാറുള്ളത്. ചെറിയ ഡയറി ഫാം ആണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പശു ആണ് എന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഗോസ് ത്രൂ ദാറ്റ് സെയിം സൈക്കിൾ. ഓക്കെ, അതായത് നമ്മൾ ബേസിക്കലി ഒരു നാച്ചുറലായി ആ പ്രോസസ്സ് നടക്കാതെ ഒരു കൗവിനെ നമ്മൾ ആർട്ടിഫിഷ്യലി ഇംപ്രഗ്നേറ്റ് ചെയ്യുവാണ്. ആൻഡ് യു ആർ ബേസിക്കലി സ്റ്റീലിംഗ് ദ മിൽക്ക് ദാറ്റ് ഈസ് ബീങ് പ്രൊഡ്യൂസ് ഫോർ ഇറ്റ്സ് കാഫ്. സോ അവിടെ തന്നെ ഒരു വളരെയധികം ഒരു എത്തിക്കൽ കോൺഫ്ലിക്റ്റ് അവിടെ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ആസ് എ ഡെവലപ്ഡ് സൊസൈറ്റി വി ഹാവ് ടു അഡ്രസ് ദിസ്. വി ഹാവ് ടു ട്രീറ്റ് ദ അനിമൽസ് ബെറ്റർ. അനിമൽസിനെ കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. സോ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം ഹെൽത്ത് ഇമ്പാക്ട് നമ്മൾ പറഞ്ഞു, കോസ്റ്റ് പറഞ്ഞു, മൂന്നാമത് അനിമൽ ക്രൂവൽറ്റി പറഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ കാര്യത്തിലോട്ട് വരാം. ബൈ ദ വേ, ഈ അനിമൽ ക്രൂവൽറ്റിക്ക് സോഴ്സസ് ഞാൻ പറഞ്ഞുതരാം. സോ 2021 ഈ സ്റ്റഡി വളരെയധികം ഡീറ്റെയിൽഡ് ആയി ഈ അനിമൽ എത്തിക്സിനുള്ള കാര്യം, ഡയറി പ്രൊഡക്ഷനുള്ള അനിമൽ എത്തിക്സിനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കാവുന്നതാണ്. ഇനി നമുക്ക് 4ാമത്തെ കാര്യത്തിലോട്ട് വരാം. 4ാമത്തെ കാര്യം എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. സോ വയബിൾ ഓൾട്ടർനേറ്റീവ് ഉള്ളപ്പോൾ നമ്മുടെ കാർബൺ ഫുട് പ്രിൻറ്റ് നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ, നമുക്ക് നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതായത് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ. ആൻഡ് ഐ തിങ്ക് നമ്മുടെ പരിസ്ഥിതിനെ കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പോലെ ചിന്തിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ പ്ലാന്റ് പ്രോട്ടീനിലോട്ട് വന്നു കഴിഞ്ഞാൽ, പ്ലാന്റ് പ്രോട്ടീനിന് വേ പ്രോട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ആണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓവറോൾ കാർബൺ ഫുട് പ്രിൻ്റ് ആണ് എന്നുണ്ടെങ്കിലോ അത് വളരെയധികം കുറവാണ് എന്നുള്ളതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പോൾ മേ ബി ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വളരെ ബേസിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് പ്രോട്ടീനിന് വേ പ്രോട്ടീനിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ള സ്റ്റഡീസിലൂടെ കടന്നു പോകാം. 2023 വന്ന ഈ പഠനം പറയുന്നത്, ഈ പഠനം ബേസിക്കലി ലൈക്ക്
പ്ലാൻ പ്രോട്ടീനെയും വേ പ്രോട്ടീനെയും കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ അവർ പറയുന്നത് വേ പ്രോട്ടീന് പ്ലാൻ പ്രോട്ടീൻ്റെ 9 ഇരട്ടി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ബേസിക്കലി നിങ്ങൾ വേ പ്രോട്ടീന് പകരം പ്ലാൻ പ്രോട്ടീൻ ചൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിൽ ഏകദേശം 90% നിങ്ങളൊരു ഇമ്പാക്റ്റ് കുറയ്ക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് വളരെ ഒരു വാലിഡ് ആയുള്ളൊരു കൺസേണായി എനിക്ക് തോന്നി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേ പ്രോട്ടീൻ ഹെൽത്തി ആണ്, അതായത് വേ പ്രോട്ടീനും പ്ലാൻ പ്രോട്ടീനോട് വരുമ്പോൾ ഹെൽത്ത് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലിയ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. രണ്ടാമത് കോസ്റ്റിലോട്ട് വരുമ്പോൾ പ്ലാൻ പ്രോട്ടീൻ ചീപ്പറാണ് എന്ന് പറഞ്ഞു, അനിമൽ ക്രൂവൽറ്റി ഇല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യമുള്ളപ്പോൾ എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പ്ലാൻ പ്രോട്ടീന് ബെറ്റർ ആണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്ലാൻ പ്രോട്ടീനോട് സ്വിച്ച് ചെയ്തുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ 2020 വന്ന ഈ പഠനവും വളരെയധികം ഡീറ്റെയിൽഡ് ആയി പ്ലാൻ പ്രോട്ടീനെയും വേ പ്രോട്ടീനെയും കമ്പയർ ചെയ്ത് അതിൻ്റെ എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കമ്പയർ ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏകദേശം 200ഓളം ലിറ്ററാണ് എടുക്കുന്നത് 1 കിലോ വേ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്, അതായത് ബേസിക്കലി നമുക്ക് ഈ പശുക്കളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഫുഡ് റിസോഴ്സസ് വളർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു കാർബൺ ഫുട് പ്രിൻ്റ് ആണ് എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ വളർത്തുന്ന കൗസ് എല്ലാം മീത്തേൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ മീത്തേൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർ ഉണ്ടാക്കുന്ന ആ കാർബൺ ഫുട് പ്രിൻ്റ് എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലോ, ഈ പ്രൊഡക്ഷനുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിലോ, ഇതിലെല്ലാം വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെയധികം കാർബൺ ഫുട് പ്രിന്റ് കൂടുതലാണെന്നാണ് ആ പഠനം പറയുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 5ാമത്തെ കാര്യത്തിലോട്ട് വരാം. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. അതായത് എത്രത്തോളം എഫക്റ്റീവ് ആണ് പ്രോട്ടീൻ, അതിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ, പ്ലാൻ പ്രോട്ടീൻ വേഴ്സസ് വേ പ്രോട്ടീൻ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ വേ പ്രോട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാൻ പ്രോട്ടീനിന് കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്? ബേസിക്കലി നമ്മുടെ ഫാറ്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ആഹാരം കഴിക്കുന്ന ഫാറ്റിനെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 3 എസെൻഷ്യൽ മാക്രോ ന്യൂട്രിയൻ്റ് ആണ് നമുക്കുള്ളത്. ആദ്യത്തെ ഫാറ്റ്, രണ്ടാമത് കാർബോഹൈഡ്രേറ്റ്, മൂന്നാമത്തത് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാറ്റ്സിനെ 4 തരമായി നമുക്ക് തിരിക്കാൻ പറ്റും. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റ് ആണ്, രണ്ടാമത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്, മൂന്നാമത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്, നാലാമത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ ഈ 2 ഉണ്ടല്ലോ, ഈ ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കൂട്ടും. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പ് ഫ്രൈഡ് ഫുഡിലേക്കാണ് ട്രാൻസ് ഫാറ്റ് വരാറുള്ളത്. ഇതിന് കൂടെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റും മോശമാണ്, എന്നാൽ ട്രാൻസ് ഫാറ്റിൻ്റെ അത്ര മോശമല്ല, എന്നാലും ദിസ് ഈസ് ഓൾസോ ബാഡ്. ഓക്കെ, എന്നാൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും അത് നമുക്ക് നല്ലതാണ്. അത് നമ്മുടെ ബോഡിയിലെ ഗുഡ് കൊളസ്ട്രോളിനെ ആയിരിക്കും കൂട്ടുന്നത്. അപ്പോൾ പ്ലാൻ പ്രോട്ടീനിലോട്ട് വന്നു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് അതിൽ ഇല്ല, പകരം അതിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഗുഡ് കൊളസ്ട്രോളിനെ സ്പൈക്ക് ചെയ്ത് ബാഡ് കൊളസ്ട്രോളിനെ അത് കുറച്ച് കൊണ്ടുവരും. ഇത് എസ്പെഷ്യലി ഈ പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപക്ഷെ പല വർഷങ്ങളായി ഡെയിലി കഴിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഒരു കാര്യത്തിൽ ഇതിലുള്ള ഇമ്പാക്റ്റ്, നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ അധികം ആയിരിക്കും എന്നുള്ളതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അതിൽ തന്നെ 2022 ഈ പഠനം വന്നിട്ടുണ്ട്. ഇത് ഡെയറി ഫാറ്റ്സ് ആൻഡ് കാർഡിയോ വാസ്കുലർ റിസ്ക് എന്നാണ് ഈ പഠനത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയി ഈ പ്രോട്ടീൻ പൗഡറുള്ള ഇമ്പാക്റ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 2021 ഈ പഠനവും പറയുന്നത് വളരെ അധികം ഡീറ്റെയിൽഡ് ആയി ക്രോണിക് ഡിസീസസും അതിൽ വേ പ്രോട്ടീൻ വേഴ്സസ് പ്ലാൻ പ്രോട്ടീനുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേ പ്രോട്ടീനിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ്. എന്നാൽ വൺസ് അഗൈൻ ഇതൊരു ബിഗ് ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഫാക്ടർ, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ എ ഫാക്ടർ ദാറ്റ്സ് വർത്ത് കൺസിഡറിങ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വേ പ്രോട്ടീനും നിങ്ങൾ കണ്ടിന്യൂസ് ആയി കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരും എന്നല്ല ഞാനിവിടെ വാദിക്കുന്നത്. എന്നാൽ അതിന് ബാഡ് കൊളസ്ട്രോളിനെ സ്പൈക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി 6ാമത്തെ ഫാക്ടർ ആൻഡ് ലാസ്റ്റ് ഫാക്ടറിലോട്ട് ഞാൻ വരാം. ഈ ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മിൽക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇവോൾവ് ചെയ്ത് വന്നതല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ബേബീസ് ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ലാക്ടേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ എൻസൈമിൻ്റെ എയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുലപ്പാൽ കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ മുലപ്പാലിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് ഈ ലാക്ടേസ് എന്ന് പറയുന്നത്. എന്നാൽ പ്രായം ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അഡൽട്ട്ഹുഡിലോട്ട് പോകുമ്പോൾ ഈ ലാക്ടേസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ബോഡി കുറച്ച് കൊണ്ടുവരാനാണുള്ളത്. പല ആൾക്കാർക്കും ഈ പ്രൊഡക്ഷൻ ഓൾ ടുഗദർ സ്റ്റോപ്പ് ചെയ്യാറാണുള്ളത്.
അപ്പോൾ ഇതിൽ പഠനങ്ങൾ പറയുന്നത് ആക്ച്വലി 2021 വന്ന ഈ പഠനം എന്ന് പറയുന്നത് ഏകദേശം 60% ആൾക്കാർക്ക് അഡൽസിനും ലാക്ടേസ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാറില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ള ഒരു അവസ്ഥ വരാറുണ്ട്. ഇത് ആക്ച്വലി അത്ര അധികം ഈസിയായി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ലാക്ടോസ് ഇൻടോളറൻസ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അതിൽ ബ്ലോട്ടിംഗ് ഉണ്ടാകും. നമ്മൾ ഒന്നാമത് ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ഒരാൾ ചെന്ന് പാല് കുടിച്ചു കഴിഞ്ഞാൽ, അത് ഈവൻ മുലപ്പാലായാലും അല്ലെങ്കിൽ പശുവിൻ്റെ പാലായാലും അല്ലെങ്കിൽ മറ്റുള്ള പാലുകളായാലും അനിമൽ ബേസ്ഡ് മിൽക്ക് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ആദ്യം ബ്ലോട്ടിംഗ് ഉണ്ടാവും. വയറൊരുമാതിരി ബ്ലോട്ടഡായി ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പ്രോപ്പറായി ഇതിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ കണ്ടിന്യൂസ്ലി ഇത് കഴിക്കുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻഫാക്ട് എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിത് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ്. കാരണം ഇത് കഴിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത്. എന്നാൽ വൺസ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ബ്ലോട്ടിങ്ങും ആ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും വളരെയധികം ബെറ്ററായി. എനിക്ക് എപ്പോഴും വയറുവേദനയും വയറൊരുമാതിരി ഇങ്ങനെ വയർ കലങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നു നമ്മൾ പറയത്തില്ല, ആ ഒരു ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതായിരുന്നു പ്രശ്നക്കാരൻ എന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരുപക്ഷെ നമുക്കിത് മനസ്സിലാവത്തില്ല. എന്നാൽ ഇത് കൺസംഷൻ നിർത്തുമ്പോഴായിരിക്കും പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നു, എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഏകദേശം 60% ആൾക്കാർ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അതിൽ ലാക്ടോസിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. എന്നാലും ആ ഉള്ള ലാക്ടോസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറച്ചുണ്ട്. ഇത് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ അത്ര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല, എന്നാൽ ഇത് വർത്ത് കൺസിഡറിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ് ആണ്. അപ്പോൾ ഓവറോളായി ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഞാൻ വേ പ്രോട്ടീൻ സ്റ്റോപ്പ് ചെയ്ത് പ്ലാൻ പ്രോട്ടീൻ എടുത്തത് എന്നുള്ളതിന് 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ഇമ്പാക്റ്റ് ആണ്. അതിൽ വേ പ്രോട്ടീൻ ആയാലും പ്ലാൻ പ്രോട്ടീൻ ആയാലും നമുക്ക് വലിയ ഇമ്പാക്റ്റിന് വ്യത്യാസമില്ല എന്നുള്ളതാണ്, മസിൽ ബിൽഡിങ്ങിന് വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് പല പഠനങ്ങളും പറയുന്നത്. അതിൽ നമ്മൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 27 ഗ്രാം പ്രോട്ടീനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ഒരു 30 ഗ്രാം കഴിക്കണം എന്നുണ്ടെങ്കിൽ പ്ലാൻ പ്രോട്ടീൻ മേ ബി ഒരു 33 ഗ്രാം കഴിക്കേണ്ടി വരും. ആ ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. പ്ലാൻ പ്രോട്ടീൻ വേ പ്രോട്ടീനേക്കാൾ വളരെയധികം ചീപ്പറാണ് എന്ന് പറഞ്ഞു. മൂന്നാമത് നമ്മൾ അനിമൽ ക്രൂവൽറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ 2 കാര്യങ്ങളും പ്ലാൻ പ്രോട്ടീന് പോസിറ്റീവായി ഉള്ളപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അനിമൽ ക്രൂവൽറ്റി, വേ പ്രോട്ടീൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറി ഇൻഡസ്ട്രിയാണ്, എക്സ്ട്രീംലി ക്രൂവൽ ടു അനിമൽസ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ട് സ്വിച്ച് ചെയ്തുകൂടാ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. നാലാമതായി ഞാൻ പറഞ്ഞത് എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ്. സോ വേ പ്രോട്ടീനിന് പ്ലാൻ പ്രോട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ 9 ഇരട്ടി കൂടുതൽ എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അഞ്ചാമത് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻടേക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. വേ പ്രോട്ടീന് പ്ലാൻ പ്രോട്ടീനേക്കാൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം പ്ലാൻ പ്രോട്ടീന് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റുമാണ് ഉള്ളത്. അതുകൊണ്ട് അതിന് ഗുഡ് കൊളസ്ട്രോൾ ആയിരിക്കും സ്പൈക്ക് ചെയ്യുന്നത് പ്ലാൻ പ്രോട്ടീൻ. എന്നാൽ വേ പ്രോട്ടീൻ കുറച്ച് ബാഡ് കൊളസ്ട്രോളിനായിരിക്കും സ്പൈക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു വലിയ ഫാക്ടർ അല്ല, ഒരു മേജർ പോയിന്റ് അല്ല. അതേപോലെ തന്നെ 6ാമത്തെ പോയിന്റ് നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസിനെ കുറിച്ച് സംസാരിച്ചു. 60% ആൾക്കാർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. എന്നാൽ അഗെയിൻ ഇതൊരു വലിയൊരു ഫാക്ടർ അല്ല, ബട്ട് ഇത് ഒരു ആഡഡ് പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു 6 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ബേസിക്കലി വേ പ്രോട്ടീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പ്ലാൻ പ്രോട്ടീൻ എടുത്ത്. അപ്പോൾ ഇനി എങ്ങനെ ആയിരിക്കണം ഒരു പ്രോട്ടീൻ പൗഡർ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ആദ്യം നോക്കേണ്ടത് വേ പ്രോട്ടീൻ ആയാലും പ്ലാൻ പ്രോട്ടീൻ ആയാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ലൂസിൻ ഐസോലൂസിൻ വാലിൻ്റെ 2:1:1 റേഷ്യോയിലാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻസ് ആണ്. അതായത് ഈ വേ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്ലാൻ പ്രോട്ടീൻ ആണ് എന്നുണ്ടെങ്കിലോ ഇതിൽ പലപ്പോഴും ഇംപ്യൂരിറ്റീസ് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു സർട്ടിഫൈഡ് പ്രോഡക്റ്റ് എടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വേ പ്രോട്ടീൻ ആണെങ്കിലും പ്ലാൻ പ്രോട്ടീൻ ആണെങ്കിലും അതിന് സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏത് പ്രോട്ടീൻ പൗഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ പലപ്പോഴും നമ്മൾ ഒന്ന് ലേബൽ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറിന് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മേ ബി FSSAI അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് എഴുതി കാണും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നും, ഇതൊക്കെ സർട്ടിഫൈഡ് ആണോ എന്ന് തോന്നും. എന്നാൽ അതൊന്നും സർട്ടിഫൈഡ് അല്ല. FSSAI എന്നൊക്കെ അവർ എഴുതി വെക്കുന്നത് ബേസിക്കലി FSSAI റെഗുലേഷൻസ് പ്രകാരമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലാതെ FSSAI ഇതിനെ വന്ന് സർട്ടിഫൈ ചെയ്തു എന്നുള്ളതല്ല. ഒരു പ്രോഡക്റ്റിനെ അങ്ങനെ FSSAI സർട്ടിഫൈ ചെയ്യാറില്ല. അതേപോലെ തന്നെ GMO ഇല്ല എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ ആ ഒരു എംബ്ലം പോലെയൊക്കെ കാണുമ്പോൾ അത് സർട്ടിഫൈഡ് ആണോ എന്ന് തോന്നും. എന്നാൽ സർട്ടിഫിക്കേഷൻ നോക്കേണ്ട ഈ പേരുകളാണ്. അതായത് ലാബ്ഡോർ എന്ന് പറഞ്ഞ
ഒരു കമ്പനിയുണ്ട്. അതേപോലെ തന്നെ ഇൻഫോംഡ് ചോയ്സ്, ഇൻഫോംഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്, ട്രസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനീസ് ഇതിനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വേ പ്രോട്ടീൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റ് പ്രോട്ടീൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഇമ്പ്യൂരിറ്റീസ് വരാം. ഈ ഇമ്പ്യൂരിറ്റീസിൽ ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസ് പലപ്പോഴും ഈ വേ പ്രോട്ടീനിലും പ്ലാന്റ് പ്രോട്ടീനിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെവി മെറ്റൽസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കാർസനോജനിക്കാണ്. അപ്പോൾ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടും അത്. അപ്പോൾ കൂടുതൽ ഹെവി മെറ്റൽസ് ഉള്ള ഒരു വേ പ്രോട്ടീൻ നമ്മൾ ഒരു 60 വർഷത്തേക്ക് കഴിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 20 വർഷത്തേക്ക് നമ്മൾ കഴിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം അത് വളരെയധികം കാർസിനോജനിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ക്യാൻസർ കൊണ്ടുവരാനുള്ള റിസ്ക് അത് വളരെയധികം കൂട്ടാറാണുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ പല സബ്സ്റ്റൻസസും ആവശ്യമില്ലാത്ത ബാൻഡ് സബ്സ്റ്റൻസസ് എന്തെങ്കിലും ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആസ് എ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ് നമുക്കത് ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയാണ് ഈ കമ്പനീസിൻ്റെ പ്രാധാന്യം വരുന്നത്. ഈ ലാബ്ഡോർ എന്ന് പറഞ്ഞ കമ്പനി, അല്ലെങ്കിൽ ഇൻഫോംഡ് സ്പോർട്സ്, ഇൻഫോംഡ് ചോയ്സ് എന്ന് പറഞ്ഞ കമ്പനി, അല്ലെങ്കിൽ ട്രസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞ കമ്പനി, ഈ കമ്പനീസൊക്കെ ബേസിക്കലി പ്രോട്ടീനെ എടുത്ത് അതിനെ ടെസ്റ്റ് ചെയ്യുന്ന കമ്പനീസാണ്. അപ്പോൾ നിങ്ങളുടെ ആ ലേബൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഒരു പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ നിങ്ങളിപ്പം കടയിൽ പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ലേബൽ നിങ്ങൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടോ, ഇങ്ങനത്തെ കമ്പനീസ് ലാബ്ഡോർ, ഇൻഫോം സ്പോർട്സ്, ഇൻഫോം ചോയ്സ് അല്ലെങ്കിൽ ട്രസ്റ്റിഫൈഡ്, ഇങ്ങനത്തെ കമ്പനീസിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുണ്ടെങ്കിൽ മാത്രം ആ പ്രോട്ടീൻ വാങ്ങിക്കുക. കാരണം ജനറലി ഈ സർട്ടിഫിക്കേഷനൊക്കെ എടുക്കാൻ വേണ്ടി കമ്പനീസിന് കുറച്ച് എക്സ്പെൻസ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻ ഉള്ള പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത പ്രോട്ടീൻ പൗഡറിനേക്കാൾ കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊക്കെ എപ്പോഴും സർട്ടിഫൈഡ് പ്രോട്ടീൻ പൗഡർ മാത്രമേ കഴിക്കാറുള്ളൂ. കാരണം അതിൽ ബാൻഡ് സബ്സ്റ്റൻസസോ ഹെവി മെറ്റൽസോ ഒന്നുമില്ല എന്നുള്ളത് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അത് ചെക്ക് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ ലൂസിനാണോ ഐസോലൂസിനാണോ വാലിനാണോ അതിൻ്റെ റേഷ്യോ എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത് സർട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. മൂന്നാമത് ബ്ലെൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് പ്ലാന്റ് പ്രോട്ടീൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നിൽ കൂടുതൽ സോഴ്സിൽ നിന്നും ആ പ്രോട്ടീൻ വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഫ്ലേവറിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി ഞാൻ ഫോളോ ചെയ്യാറുള്ളതെന്ന് പറയുന്നത് അൺഫ്ലേവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് പ്രോട്ടീനാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളത്. അത് വേ പ്രോട്ടീൻ ആയാലും പ്ലാന്റ് പ്രോട്ടീൻ ആയാലും എൻ്റെ അഭിപ്രായത്തിൽ അൺഫ്ലേവേർഡ് ആയിട്ടുള്ളത് വാങ്ങിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. എന്നാൽ അതിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ലോസ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അതിൽ ഷുഗർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ഡൂയിങ് എ കൗണ്ടർ പ്രൊഡക്റ്റീവ് തിങ്. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഷുഗർ ഇല്ലാത്ത പ്രോട്ടീൻ പൗഡർ തന്നെ വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് അഥവാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്ലേവർ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റ് പൗഡർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് പൗഡർ അതിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ വാനില ഫ്ലേവറാണ് ഇഷ്ടമാണെങ്കിൽ വാനില ഫ്ലേവറിങ് നിങ്ങൾ അതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്താലും മതി. അപ്പോൾ സോ ദാറ്റ് യു ക്യാൻ എൻഷുർ ദാറ്റ് അതിൽ ഷുഗർ ഇല്ല. അതിൻ്റെ കൂടെ തന്നെ ഇത് അൺഫ്ലേവേർഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് ചീപ്പറായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങളുടേതായ ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനലി ഇതിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുള്ളത് എടുക്കാം. പക്ഷെ അത് അവോയ്ഡ് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ എന്ന് പറയുന്നത് അതിൽ തന്നെ പലതരം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഉണ്ട്. ഇതിൽ തന്നെ ഈ അസ്പാർട്ടേം പോലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ എന്ന് പറയുന്നത് ലോങ് ടേമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഇതടക്കമുള്ള പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടത് ഈ അസ്പാർട്ടേം അല്ലെങ്കിൽ സുക്രലോസ് ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബെറ്റർ ഗോ വിത്ത് ആൻ അൺഫ്ലേവർഡ് പ്രോഡക്റ്റ് ദാറ്റ് ഹാസ് നോ സ്വീറ്റ്നസ് ഇൻ ഇറ്റ്. പക്ഷെ അഥവാ നിങ്ങൾക്ക് സ്വീറ്റ്നസ് വേണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സ്റ്റീവിയയോ അല്ലെങ്കിൽ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നറോ ഇതൊക്കെ വെച്ച് സ്വീറ്റൻ ചെയ്ത പ്രോട്ടീൻ പൗഡർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്തായാലും ഈ അസ്പാർട്ടൈമോ അല്ലെങ്കിൽ സുക്രലോസോ പോലുള്ള പ്രോഡക്ട്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡർ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വേ പ്രോട്ടീൻ ആണെങ്കിൽ നിങ്ങൾക്ക് യു ഹാവ് ലോട്ട് ഓഫ് സോഴ്സസ്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ ഗോ ഫോർ എ പ്ലാന്റ് പ്രോട്ടീൻ. വേ പ്രോട്ടീനിൽ തന്നെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 റെക്കമെൻഡേഷൻസ് ഞാൻ കൊടുക്കാം. ഒരിക്കൽ കൂടി ഇതൊന്നും ഞാൻ സ്പോൺസർ ചെയ്തിട്ടല്ല പറയുന്നത്, ഇത് എൻ്റെ മാത്രം ഉള്ള പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ്. ആസ് എ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ഐ എം ജസ്റ്റ് റെക്കമെൻഡിങ് ദീസ് പ്രോഡക്ട്സ് വിച്ച് ആർ ഗുഡ്. ഓക്കെ, ആൻഡ് പ്ലാന്റ് പ്രോട്ടീനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കേഷൻ ഉള്ള പ്രോഡക്ട്സ് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബ്ലെൻഡ്സ് ശ്രദ്ധിക്കുക, ഏത് ബ്ലെൻഡിൽ നിന്നാണ് അത് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ
കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുള്ളത്. ഒരു 4 പ്രോട്ടീൻ ലിസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലാന്റ് പ്രോട്ടീനിലോട്ട് വരുമ്പോൾ ഈ ബ്ലെൻസിൽ തന്നെ പലതരം ബ്ലെൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പീ പ്രോട്ടീൻ ഉണ്ടാവും, പീ പ്രോട്ടീൻ, ബ്രൗൺ റൈസ് പ്രോട്ടീൻ ഉണ്ട്, പംകിൻ സീഡ് പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ സോയ് പ്രോട്ടീൻ ഉണ്ട്. ഇതിൽ ഞാൻ എടുക്കുന്ന ബ്ലെൻഡ് എന്ന് പറയുന്നത് പീ പ്രോട്ടീനും പംകിൻ സീഡ് പ്രോട്ടീനും കൂടെയാണ്. അതുള്ള ബ്ലെൻഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുള്ള ബ്ലെൻഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ 2 പ്രോട്ടീനും വളരെയധികം എഫക്റ്റീവ് ആണ് എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഉള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കമ്പയർ ടു വേ പ്രോട്ടീൻ. ഈവൻ വേ പ്രോട്ടീൻ അത്ര തന്നെ എക്സ്പെൻസീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഇതാണ്. എന്നാൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേ പ്രോട്ടീനും ബ്രൗൺ റൈസ് പ്രോട്ടീനും ഉള്ള ഒരു റെക്കമെൻഡേഷൻ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അത് അത്ര അധികം എക്സ്പെൻസീവ് അല്ല എന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ബി, ഇഫ് നോട്ട് ഈക്വലി ഗുഡ്, ഇറ്റ് വിൽ ബി മോർ ഓർ ലെസ് ആസ് എഫക്റ്റീവ് ആസ് ദി അതർ പ്രോട്ടീൻ. സോ ഓൾറൈറ്റ്, ഇത്രയും ആയിരുന്നു എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, ഈ പ്രത്യേകിച്ച് ആനിമൽ ക്രൂവൽറ്റി അല്ലെങ്കിൽ എൻവറോൺമെന്റൽ ഇമ്പാക്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അത് ആൾക്കാർ പുച്ഛഭാവത്തിലാണ് എടുക്കാറുള്ളത്. അയ്യോ ഇതൊക്കെ എന്തിനാണ്, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ ചോദിക്കാറാണ്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ വി ഹാവ് ദി എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, വി ആർ ലിവിങ് ഇൻ എ സിവിലൈസ് സൊസൈറ്റി, വി ഹാവ് ദി റെസ്പോൺസിബിലിറ്റി ടു തിങ്ക് അബൌട്ട് ഓൾ ദീസ് ബിഫോർ ആക്ടിങ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള എഫക്റ്റ് എന്താണ് എന്ന് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഷോൾഡേഴ്സിലുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓൾറൈറ്റ്, സോ അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് മുന്നേ പ്രോട്ടീൻ പൗഡേഴ്സിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡായി ഏകദേശം ഈ പോയിന്റേഴ്സ് എല്ലാം തന്നെ ചുരുക്കി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.